ഹായ് ഓൾ, ഞാൻ ഹണി. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് പേൻ ശല്യം ഉള്ളവർക്കൊക്കെ പേൻ ശല്യം പൂർണ്ണമായി മാറാനും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് തന്നെ വളരാനും കഷണ്ടി മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് കേട്ടോ. പേൻ ശല്യം ഉള്ളവർക്ക് അതുപോലെ തന്നെ ഈരൊക്കെ ഉള്ള മുടിയിൽ പറ്റി പിടിച്ച് കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്ക് നമുക്ക് ട്രൈ ചെയ്താൽ മതിയാവും നമ്മുടെ പേൻ ശല്യം പൂർണ്ണമായി മാറാനും മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ നമുക്ക് നന്നായി മുടി വളരാനും കഷണ്ടി ഉള്ളവർക്കൊക്കെ കഷണ്ടി മാറി മുടി വളരാനൊക്കെ സഹായിക്കുന്ന വളരെ നാച്ചുറലായിട്ടുള്ളൊരു റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാൻ അധികം വലിച്ചു നീട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല, ഞാൻ വീഡിയോയിലേക്ക് പോവുകയാണ്. അതിന് മുന്നേ നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ചെറിയൊരു ലൈക്കും അതുപോലെ നിങ്ങളുടെ കമൻറ്റും പറയാൻ മറക്കരുത് കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഞാനിപ്പം ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു ബൗൾ എടുക്കാം. സ്റ്റീലിൻ്റെ ബൗൾ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. ഇനിയിപ്പോൾ ഇതില്ല എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതിയാവും കേട്ടോ. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമുക്ക് കഷണ്ടി മാറാനും മുടി കൊഴിച്ചിൽ മാറാനും സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിരിക്കാനും മാത്രമല്ല പേനും ഈരും ഒക്കെ പൂർണ്ണമായിട്ട് മാറാനും ഒക്കെ വളരെയധികം നല്ലതാണ്. ഇതിൻ്റെ സ്മെല്ല് പേനൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോക്കോളും. നമ്മൾ ഇനിയിപ്പോൾ വെളുത്തുള്ളി ഇതുപോലെ ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് വൃത്തിയായി കഴുകിയെടുത്ത് ഇതിൻ്റെ തൊണ്ടൊന്നും കളയാണ്ട് നമുക്ക് കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇടിക്കുന്ന കല്ലിൽ വെച്ചോ അല്ലെങ്കിൽ അരകല്ലിൽ വെച്ചോ ഇതൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 50 ml വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സദാ വെള്ളം എടുക്കുന്നുള്ളൂ. കഞ്ഞിവെള്ളമാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഞാൻ എന്തായാലും കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്തിരി വെള്ളം കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഓവർ നൈറ്റ് വെക്കണം. അതായത് ഒരു ദിവസം മുഴുവൻ വെച്ചതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഓവർ നൈറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇതുപോലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വെള്ളത്തിൻ്റെ മണമൊക്കെ മാറിയിട്ട് നല്ല വെളുത്തുള്ളിയുടെ മണമായിട്ടുണ്ട്. അതിന് ശേഷം വേണമെങ്കിൽ ഇതൊന്ന് അരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. വേണമെങ്കിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് കൈ വെച്ചിട്ടോ ഈ വെള്ളം നമ്മുടെ സ്കാൽപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 1 hour വെക്കണം കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേൻ ചീപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് അടുപ്പമുള്ള ചീപ്പ് വെച്ചിട്ടൊന്ന് മുടി ചീവി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും വലിയ പേനൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും. ഇനി ഈരൊക്കെ ആണെങ്കിൽ പോകാനായിട്ട് ഇത്തിരി സമയം എടുക്കും. അതുകൊണ്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസം ഇതൊന്ന് ചെയ്തു കൊടുക്കണം. അതായത് അങ്ങനെ ചെയ്തു കൊടുക്കുന്ന വഴി ഈരും പേനും ഒക്കെ പൂർണ്ണമായിട്ട് മാറാനും അതുമാത്രമല്ല മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറി മുടി നന്നായിട്ട് വളരാനും സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിരിക്കാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പേനൊക്കെ മുടിയിലുള്ള ആളുകളാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ, ഓക്കെ, സി യു.